السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അവിവേകം മൂലം തെറ്റ് പ്രവർത്തിക്കുകയും അതിനുശേഷം ഖേദിച്ചു മടങ്ങുകയും സ്വയം നന്നാവുകയും ചെയ്തവരോട് തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് പിന്നെയും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചതോ നിഷിദ്ധമായത് അഥവാ ഹറാമായത് ഹലാലാക്കിയതോ ഹലാലായതിനെ നിഷിദ്ധമാക്കിയതോ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചതോ പോലും അവരെ തൗബയിൽ നിന്നും പാപമോചനത്തിൽ നിന്നും തടയേണ്ടതില്ല. സൂഖ് എന്ന പദത്തിൽ അവിശ്വാസം, ധിക്കാരം, പാപങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടുന്നു. അവിശ്വാസം അജ്ഞത കാരണമാണ് സംഭവിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ആരും അവിശ്വാസം സ്വീകരിക്കുന്നില്ല, മറിച്ച് അത് ശരിയും സത്യവുമാണെന്നാണ് അവർ കരുതുന്നത്. അവനത് സ്വയം തിരഞ്ഞെടുത്തതോ തൃപ്തിപ്പെട്ടതോ അല്ല. പാപങ്ങളാവട്ടെ ഇബ്ലീസിൻ്റെ ചതിയിൽ വിവേകം നശിച്ച് ചെയ്തു പോകുന്നതാണ്. പശ്ചാത്തപിക്കുകയും സ്വയം നന്നാവുകയുമാണെങ്കിൽ അതൊക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. ആ തെറ്റുകൾക്ക് ശേഷവും അള്ളാഹു കരുണാവാരിധി തന്നെയാണ്. അവരെയെല്ലാം അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.